അഭിലാഷ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ. കാരണം നമുക്കറിയാം ചരിത്രത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഇത്തരത്തിൽ ഒരു വേള ലേനം പോലും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതൊക്കെ തന്നെ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ NSS SNDP ബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടൊരു നിലപാട് പ്രഖ്യാപനത്തിലേക്ക് SNDP പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ അത് മുൻകാലത്തെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഐഡന്റിറ്റി, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പരസ്പര ഐഡന്റിറ്റി, NSSന്റെയും SNDPയും ഐഡന്റിറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കാം വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നത്? ഒരു വിശാല ഹിന്ദു ഐക്യം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അത് പല കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആർ ശങ്കറും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും ഒരു ഐക്യം, പിന്നീട് അത് തെറ്റിപ്പിരിയൽ. ഇത് സത്യത്തിൽ വെള്ളാപ്പള്ളിയുടെ കാലം മുതലല്ല, അതിന് മുമ്പ് തന്നെ ഈ നായർ ഈഴവ ഐക്യം പല രൂപത്തിൽ വരികയും അത് തെറ്റിപ്പിരിയൊക്കെ ചെയ്തിട്ടുണ്ട്. മുമ്പ് വെള്ളാപ്പള്ളി നടേശനും PK നാരായണ പണിക്കരും രാമലക്ഷ്മണന്മാരായി അവതരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവർ ഒരുമിക്കാൻ തീരുമാനിക്കുന്നു. സുകുമാരൻ നായർ വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ച് സംസാരിക്കുന്നു. അതെ, നായാടി മുതൽ നമ്പൂതിരി വരെ എന്നതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് സമത്വ മുന്നേറ്റ യാത്ര 2015 നടത്തിയപ്പോൾ അതിൽ ആവർത്തിച്ചുകൊണ്ടിരുന്ന മുദ്രാവാക്യം ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കിയിട്ടുണ്ട്. ആ പേരിൽ എന്നാലും മുസ്ലിം ഇല്ല. അപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ, അപ്പുറത്ത് ഒരു മുസ്ലിം അപരത്വത്തെ ചൂണ്ടിക്കാണിച്ചാണോ സംഘടിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് അതിന് തുഷാർ വെള്ളാപ്പള്ളി നൽകിയ ഉത്തരം, ഞങ്ങൾ മുസ്ലിം സംഘടനകളുമായും സംസാരിക്കും, മുസ്ലിം ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനകളായും സംസാരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പറച്ചിലിനപ്പുറത്ത് ഇങ്ങനെ, അതെ, ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിമേതരരുടെ ഒരു സംഘാടനം എന്ന മട്ടിലുള്ള ഒരു അറിയില്ല. തീർച്ചയായിട്ടും അത് എത്ര കണ്ട് NSS അംഗീകരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ഈ മുദ്രാവാക്യത്തോട് സുകുമാരൻ നായർ പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ സംഘപരിവാറിന്റെ വാക്കുകളാണ്. ഒരു പക്ഷേ നായാടി മുതൽ നസ്രാണി വരെ എന്ന് സംഘപരിവാറിനെ ഏറ്റുപിടിക്കാം. CPM പോലെ ഒരു പ്രസ്ഥാനത്തിന്, മതേതര നിലപാടുള്ള പ്രസ്ഥാനത്തിന് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളാൻ കഴിയുമോ? അല്ല, CPMന് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യം അല്ലത്. മുമ്പ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന ഹിന്ദു ഐക്യത്തിന്റെ കാഹളം വെള്ളാപ്പള്ളി നടേശൻ മുഴക്കിയപ്പോൾ അതിനെതിരെ രൂക്ഷമായ നിലപാട് CPM പ്രകടിപ്പിച്ചതാണ്. അന്ന് പിണറായി വിജയൻ കേരള തൊഗാഡിയ എന്ന് വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും. വളരെ രൂക്ഷമായ ഭാഷയിൽ VS അച്യുതാനന്ദൻ വിമർശിച്ചതാണ്. അപ്പോൾ ഇത് ആ തരത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യമല്ല. ഇന്നിപ്പോൾ സജി ചെറിയാന്റെ ഖേദപ്രകടനത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഖേദപ്രകടനം അനാവശ്യമായി പോയി, അത് തെറ്റായി പോയി എന്നുള്ളതാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതാണ്. എനിക്ക് വോട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള മുസ്ലിമേതരരുടെ ഐക്യകാഹളമാണ്. അതൊന്നും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായി കേരളത്തിൽ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയില്ല. ഇതിനോട് ഏതൊക്കെ കക്ഷികൾ, ഏതൊക്കെ സാമുദായിക സംഘടനകൾ പ്രതികരിക്കുന്നു തുടങ്ങിയത് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനകളുമായി ഞങ്ങൾ ചർച്ച നടത്തുമെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ ചർച്ചയ്ക്ക് തന്നെ ഏതെങ്കിലുമൊക്കെ സംഘടന തയ്യാറാവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. ഇപ്പോൾ NSSന്റെ നിലപാട് തന്നെ ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളതിനപ്പുറത്ത് ഒരു വിശാല ഐക്യമോ വിശാല പ്ലാറ്റ്ഫോമോ ഒന്നും ആയി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി ദൂതനായി അല്ലെങ്കിൽ ഈ സംസാരിക്കാനായിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്നുണ്ട്, പെരുന്നയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച, ഐക്യ ശ്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന ഒരു പൊതു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കുക, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നു എന്ന മട്ടിലൊക്കെയുള്ള വർത്തമാനങ്ങളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ കുറേ കാര്യങ്ങളായി പറയുന്നത്. ഇന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് ഭരണത്തിലിരുന്നപ്പോൾ നേരിട്ട അനീതിയാണ് ഞങ്ങളുടെ വിഷയം, അല്ലാതെ മുസ്ലിം സമൂഹത്തോടൊരു പ്രശ്നമില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അപ്പോൾ UDF അധികാരത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആലോചനയിലുണ്ടാകും. അവിടെ ഇതിന്റെ ഗുണഭോക്താവ് ആര് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അവിടെ നോക്കുക, ഇപ്പോൾ സർവേയുടെ കാര്യം, NDTV സർവേയുടെ കാര്യം ചോദിക്കുന്നു. അപ്പോൾ സർവേ തള്ളി പറയുന്നു ഈ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നതാണ് NDTV സർവേ. ആ സർവേ ചോദിക്കുമ്പോൾ സർവേയെ കുറിച്ച് അദ്ദേഹം അപ്പാടെ തള്ളുകയാണ്. അപ്പോൾ എന്താണ്, ഒരു മൂന്നാമതും പിണറായി സർക്കാർ വരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതിന്റെ പിന്നണിയിൽ ഗുണഭോക്താവ് എന്ന് നമുക്കിപ്പോൾ പൊതുവെ വെള്ളാപ്പള്ളിയുടെ വായിച്ചാൽ അത് CPM തന്നെയാണ്, ഇടതുപക്ഷം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷത്തിന് ഇതിനൊപ്പം അല്ലെങ്കിൽ ഇവർക്കൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു കളക്റ്റീവായിട്ടുള്ളൊരു നിലപാടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം സജി ചെറിയാൻ്റെ വിഷയത്തിൽ ഒരു നിലപാടും പറയുന്നില്ല. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയും അവർക്കെതിരെ പോലുമുള്ള ആരോപണത്തിൽ കണിശതയോടുകൂടിയുള്ളൊരു മറുപടി വന്നിട്ടില്ല. ഒരു കളക്റ്റീവായിട്ട് പിന്നണിയിൽ വെള്ളാപ്പള്ളിയെയും അല്ലെങ്കിൽ NSSനെയും ഉപയോഗിച്ചുള്ള ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഗെയിം കളിക്കുന്നുണ്ടോ? അല്ല, ഇതിലിപ്പോ ആരാണ് ഗുണഭോക്താവ് എന്ന് ചോദിച്ചാൽ അതിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ UDF ആണ്. കാരണം ഇപ്പോ NDTVയുടെ സർവേ അനുസരിച്ച് VD സതീശന്റെ അപ്രൂവൽ റേറ്റിംഗ് 22%. വെള്ളാപ്പള്ളി നടേശൻ 4 വാർത്താ സമ്മേളനങ്ങൾ കൂടി നടത്തിയാൽ ഒരു സംശയവുമില്ല അത് 26-27% ആവും. മാർച്ച് മാസം ആകുമ്പോഴേക്കും ഇനി 2-3 വാർത്താ സമ്മേളനങ്ങൾ കൂടി നടത്തിയാൽ അത് 30 കഴിയാൻ സാധ്യതയുണ്ട്. 6 മാസം കഴിയുമ്പോൾ കേരളത്തിലെ ക്ലിഫ് ഹൗസിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ വീടിന്റെ ഐശ്വര്യമെന്നും G സുകുമാരൻ നായർ ഈ വീടിന്റെ ഐശ്വര്യമെന്നും
കാണാത്തയിടത്താണെങ്കിലും ഒരു പോസ്റ്റർ വെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഇപ്പോൾ 22% ഉള്ളത് 22-ൽ കൂടാനല്ലാതെ യാതൊരു തരത്തിലും UDF-നെ നെഗറ്റീവായി ബാധിക്കില്ല. ഈ NSS SNDP ഐക്യ നീക്കം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ ഇമാതിരി പരിപാടിയൊക്കെ നടത്തിയാൽ അപ്പുറത്താണ് ഗുണം ഉണ്ടാവുക. അതല്ലാതെ LDF-നെ ഏതെങ്കിലും തരത്തിൽ ഈ ഐക്യ നീക്കം സഹായിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് വലിയ തോതിൽ സെക്യുലർ ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ള സ്ഥലമല്ലേ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ. അങ്ങനെ രണ്ട് ജാതി സംഘടനകളുടെ നേതാക്കൾ തീരുമാനിച്ചാൽ പൊളിറ്റിക്കൽ നറേറ്റീവ് തീരുമാനിക്കാൻ പറ്റുന്ന സംസ്ഥാനമൊന്നുമല്ല ഇതിപ്പോൾ. എന്താ പറയുക, ഉത്തരേന്ത്യയൊന്നും അല്ലല്ലോ. ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ ജാതി സംഘടനകളുടെ നേതാക്കൾ തീരുമാനിച്ചാൽ അതുപോലെയൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ കേരളത്തിൽ നടക്കില്ല. ഇടത് ഐഡിയോളജി അത് ഉള്ളിൽ പിടിക്കുന്ന നിലപാടുള്ളവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ, ആ രാഷ്ട്രീയ ഗുണം കാക്ഷിക്കാത്ത ആളുകളുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയാനുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഐക്യത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ CPI സെക്രട്ടറി ഈ ഒരു ഐക്യ നീക്കത്തെ ഏത് രീതിയിലാണ് അവർ പ്രതികരിക്കേണ്ടത്? അവരിതിൽ നിന്ന് ദൂരം പാലിക്കും, ഒരു ഡിസ്റ്റൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സൂചന, ഇപ്പോൾ നിരുപാധികം സജി ചെറിയാൻ മാപ്പ് പറയുകയും പറഞ്ഞ കാര്യം പിൻവലിക്കുകയും ചെയ്തല്ലോ. അതൊരു തീരുമാനത്തിന്റെ ഭാഗമാണ്. CPM നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ പിൻവലിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്വമേധയാ പിൻവലിച്ചതല്ല. അപ്പോൾ CPM-ന് അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി തലയിട്ട് കൂടുതൽ ഓൾറെഡി ഡാമേജ് ഉണ്ടായി, അതിൽ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ അവർ വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ സഖ്യനീക്കം എന്നുള്ളതിനെ ഇപ്പോൾ ആരും കോൺഗ്രസോ CPM-ഓ BJP-യോ ഒന്നും NSS SNDP ഐക്യം എന്ന കാര്യത്തെ എതിർക്കുകയോ വിമർശിക്കുകയോ ഒന്നുമില്ല. CPM-ഉം വിമർശിക്കില്ല. പക്ഷെ അതിനപ്പുറത്ത് അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായി, ഒരു വിഭാഗത്തെ ഏലിയനേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊജക്റ്റായി വരികയും അതിൻ്റെ നറേറ്റീവുകൾ പുഷ് ചെയ്യുകയും ഒക്കെ ഉണ്ടായാൽ എല്ലാ പാർട്ടികൾക്കും, മതേതര പാർട്ടികൾക്കെല്ലാം അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി നമ്മൾ ഇതുമായി തന്നെ ചേർത്ത് വായിച്ചു പോകേണ്ടതാണ്. ഇന്നിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നത്, അതായത് മതരാഷ്ട്ര നിലപാടിൽ നിന്നും ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. നമ്മളൊക്കെ ഈ മുൻപുള്ള പ്രതികരണങ്ങൾ മാത്രം വെച്ചൊരു വായനയിലേക്ക് പോകുമ്പോൾ അവരുടെയൊക്കെ തന്നെ കർശനമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ വർഗീയ നിലപാടിൽ ഏതെങ്കിലും തരത്തിലൊരു ഡൈല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് അന്നത്തെ നിലപാടാണല്ലോ ഇന്ന് അവർ ഇല്ലല്ലോ എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ വീണ്ടും കണിശതയോടുകൂടി പറയുകയാണ്, അതായത് നബിയുടെ തത്വങ്ങൾ അല്ലെങ്കിൽ ആരാധന പൂർണ്ണമാകണമെങ്കിൽ മതരാഷ്ട്രം എന്ന സങ്കല്പം അത് മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിനിധി തന്നെ പറയുകയാണ്. അത് UDF-നെ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള തന്നെ വിമർശനങ്ങളടക്കം LDF ഉയർത്തുമ്പോൾ ഈ സമകാലിക രാഷ്ട്രീയ സമയത്ത് ഒരു തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ അടുക്കുമ്പോൾ അവിടെ ജമാഅത്തെ ഇസ്ലാമി വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ഈ പ്രതികരണത്തെ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാണ് സാധ്യത. സണ്ണി ജോസഫിന്റെ അഭിമുഖം ഞാൻ എടുത്തിരുന്നു. നമ്മൾ 5:30 സംപ്രേഷണം ചെയ്യാനിരിക്കുകയാണ്. അന്നേരം ബ്രേക്ക് ചെയ്ത് കൊടുക്കാനുള്ള വാർത്ത, ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും വെൽഫെയർ പാർട്ടിയുമായും ഞങ്ങൾ ആര് വോട്ട് തന്നാലും സ്വീകരിക്കും, അതല്ലാതെ വെൽഫെയർ പാർട്ടിയുമായി ഒരു ബന്ധമില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധമില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വളരെ കാലമായി കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്ര പ്രചാരകനാണ്, ആചാര്യനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തത്വങ്ങൾ തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത്. മുമ്പ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനോട്, മുജീബ് റഹ്മാനോട് VD സതീശന്റെ പ്രസ്താവന ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ പിന്നോട്ട് പോയോ, മതരാഷ്ട്രത്തിൽ നിന്ന് പിന്നോട്ട് പോയോ